ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കുറേയധികം വർക്ക് ചെയ്യാനുള്ളതൊന്നുമല്ല. ഫോട്ടോഷോപ്പിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടൂളുകൾ മാത്രമാണ്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞതിൽ നമ്മുടെ സ്ലൈസും ക്രോപ്പും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്ത ഒരു ചാനലിലുണ്ട്, അത് കാണുക. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഫ്രെയിം എന്നുള്ള ഈ ടൂൾ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഫോട്ടോഷോപ്പിലെ പേര് ഫ്രെയിം ടൂൾ. ഷോർട്ട് കീ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിവ്യൂ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. നിങ്ങളിത് പേജ് മേക്കർ ഡിസൈനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതായിട്ട് കുറച്ചും കൂടി പരിചയം ഉണ്ടാവും. ഇത് പേജ് മേക്കറിലും ഇൻഡിസൈനിലൊക്കെയാണ് നമ്മൾ കുറേ കൂടി ഉപയോഗിക്കാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇമേജ് വരാനുള്ള പ്ലേസ് ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിംസ് ഉപയോഗിക്കുക. ഇങ്ങനെ ഒന്നും നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമ്മളിതിൽ ഫയലിൽ പ്ലേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇവിടെ പ്ലേസ് കൊടുത്തു. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ മാത്രമാണ് ആ ഇമേജ് വരാം. വേറൊരു സ്ഥലത്തും ഓവറായിട്ട് വലുതായിട്ടോ ചെറുതായിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കറക്റ്റ് ആ ഇമേജ്, ആ ഫ്രെയിം എത്ര ഇതിലുണ്ട് അത്ര ഇതിലാണ് മാത്രമാണ് ഇത് വരാം. ആ ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ, ഫ്രെയിമിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആയിട്ട് അത്രയ്ക്ക് ചേരാനുള്ള കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഒരു ബ്ലൂ ലൈൻ മുകളിൽ കാണുന്നത്. അതാരും പേടിക്കേണ്ട, അത് പ്രിന്റിലൊന്നും വരില്ല. നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കാണില്ല. ഇമേജിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ കാണേണ്ട കുറച്ചും കൂടി മുകളിലത്തെ ഭാഗങ്ങൾ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രെയിമിനെ നമുക്ക് വലുതാക്കാൻ പറ്റില്ല എന്നല്ല, പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഇമേജിനെ മാത്രം നമുക്ക് താഴോട്ട് നീക്കി വയ്ക്കാൻ പറ്റും. ഇതാണ് ഫ്രെയിം വരുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഫ്രെയിം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആ സ്പോട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ഇമേജിനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ വരച്ച് വച്ചേക്കുന്ന ഫ്രെയിമുകളുടെ ഉള്ളിലേക്ക് ഓൾറെഡി കൊണ്ട് പ്ലേസ് ചെയ്ത ഇമേജുകളെ ആഡ് ചെയ്യാനും പറ്റും. വരച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ആയി വരും. ഇപ്പോൾ ഇമേജ് കുറച്ച് വലുതായിട്ടാണ് കാണുന്നത്. നേരത്തെ പോലെ സൈസ് റീസൈസായി വന്നില്ല, ചെറുതായി വന്നില്ല. ഇമേജ് ഇപ്പോഴും വലുതായിട്ട് തന്നെയാണ് നിൽക്കണത്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗം മാത്രം കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇമേജിനെ ചെറുതാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Ctrl+T അടിച്ച് ഇതിനെ ചെറുതാക്കി ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കാണേണ്ട ഭാഗം മാത്രമായിട്ട് ഇതുപോലെ നീക്കി ഒതുക്കി വയ്ക്കാൻ പറ്റും. അതാണ് ഫ്രെയിം വരുന്നത്. ഓൾറെഡി നമ്മൾ വരച്ച് വെച്ച മാർക്ക് ചെയ്ത് വെച്ച ഒരു ഏരിയയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇമേജിനെ കറക്റ്റായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ വരുന്നത് ഇവിടെ ഐഡ്രോപ്പർ ടൂളാണ്. ഐഡ്രോപ്പർ ടൂൾ നമുക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയത്തെ കളർ, ഈ എക്സാക്ട് ഈ സ്പോട്ടിലെ കളർ നമുക്ക് റെഡ് എന്നോ ഓറഞ്ച് എന്നോ പിങ്ക് എന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാനും ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ആ കളറ് നമുക്ക് എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഈ സ്പോട്ടിലെ കളർ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഡ്രോപ്പർ എടുത്തിട്ട് വെറുതെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അത് ഓരോ സിസ്റ്റത്തിലെ ഓപ്ഷൻസ് അനുസരിച്ചിരിക്കും. 99% അത് ഫോർഗ്രൗണ്ട് കളറിൽ തന്നെ വരും. അപ്പോൾ അവിടുത്തെ എക്സാക്റ്റ് കളർ നമുക്ക് ഇവിടേക്ക് കിട്ടി. ഇതിൽ വേറെ ഒന്നുമില്ല, ഇത് ഈ കളർ പിക്ക് ചെയ്യൽ മാത്രമാണ് ഈ ടൂളിൻ്റെ ഉപയോഗം വരുന്നത്. പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കളർ വെച്ച് എന്ത് ചെയ്യണം, നമ്മൾ വരച്ച സെലക്ഷൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണോ ബ്രഷ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഓപ്ഷൻസ് ആണ്. ആ ടൂൾ കൊണ്ടുള്ള ഉപയോഗം ആ കളർ പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ആ കളർ വെച്ച് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ സെലക്ഷൻ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അടുത്തത് നമ്മളിതിൽ ഐഡ്രോപ്പർ ടൂളിൻ്റെ തന്നെ സബായിട്ട് വരുന്നത് 3D മെറ്റീരിയൽ ഐഡ്രോപ്പർ ടൂൾ നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യില്ല. ഫോട്ടോഷോപ്പിൽ 3D ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ആയിരിക്കണം. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. കളർ സാമ്പിളർ ടൂൾ നമ്മളിതിൽ ഓരോ സ്പോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇതുപോലെ 1, 2, 3 ഇങ്ങനെ നമ്മൾ എത്ര വട്ടം ക്ലിക്ക് ചെയ്യണം അവിടെ ഓരോ മാർക്കിങ്ങുകൾ വരും. ഇവിടെ നമ്മൾ ഈ ഇൻഫോ എന്നുള്ള ഇതിൽ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഏരിയകളിലെ കളറിന്റെ വാല്യൂ റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB അത് തിരിച്ച് ഓരോ കളറിന്റെയും എന്തോരം അംശം അവിടെ ഉണ്ടെന്നുള്ളതിന്റെ രേഖകളാണ് ഇവിടെ കൊടുത്തതാണ്. ഇനിയിപ്പോ ഇവിടുത്തെ കളറിനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവിടുന്ന് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ജസ്റ്റ് കളറിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു എഫക്റ്റ് ആണ്. കുറെ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ദിവസം കാണിക്കണതാണ്. അല്ലെങ്കിൽ ഈ ചാനലിലെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലല്ല, വെറുതെ സംസാരം ഇല്ലാതെ ഇട്ട പഴയ വീഡിയോസ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ ക്ലിയർ ആവും. ഇതിൽ ഞാൻ ഇതിന്റെ ഹ്യൂ ഒന്നും മാറ്റാണ്, നല്ല രീതിക്ക് ആക്കാൻ നിൽക്കണില്ല. നമ്മളത് എഫക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണത് പിന്നെ ഒരു ദിവസം നോക്കാം. വെറുതെ അത് വലിച്ചു നീക്കി വെച്ചു. അപ്പൊ എന്തുണ്ടായി, ഇവിടെയുള്ള കളറുകളൊക്കെ മാറി. കളർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്ടാവും, നമ്മളിവിടെ ഇൻഫോയിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RGB നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂസും ഇപ്പോൾ അത് എങ്ങനെ ചേഞ്ച് ആയി എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. 227 ചേഞ്ച് ആയിട്ടില്ല, 186 എന്നുള്ളത് 207 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ്റെ അംശം കൂടി. നമുക്ക് ചിലയിടത്തൊക്കെ ചെറിയ പച്ച ഷെയ്ഡ് കാണാനുണ്ട്. ബ്ലൂ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, 194 186 ആയി. മറ്റെന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്പോട്ടിലും റെഡിന് വ്യത്യാസമില്ല, ഗ്രീൻ കൂടിയിട്ടുണ്ട്, ബ്ലൂ ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ കളറുകളുടെ വ്യത്യാസം എന്തൊക്കെ എവിടെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ എപ്പോഴും നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിന്റുകൾ ഇതുപോലെ ഇട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കളറിന്റെ നമ്മളെ കൊടുത്ത വ്യത്യാസങ്ങളൊക്കെ പഴയ പോലെ ആയി വരും. ഇവിടെ ക്ലിയർ ഓൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സാമ്പിൾസ് മുഴുവൻ കളർ ചെക്ക് ചെയ്യാൻ പറ്റിയ പോയിന്റുകൾ മുഴുവൻ ക്ലിയർ ആയി പോകും, ഡിലീറ്റ് ആയി പോകും. അടുത്തത് റൂളർ ടൂൾ ഉണ്ട്. റൂളർ ടൂള് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്കെയിൽ പോലെയാണ്. നമുക്കൊരു പോയിന്റ് മുതൽ അടുത്തൊരു പോയിന്റ് വരെയുള്ള അളവ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ റൂളർ ഉപയോഗിക്കും. ഇങ്ങനെ ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ കുറച്ച് ചെരിച്ചിട്ടാണ് ഞാൻ വെക്കണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ വിഡ്ത്ത്, ഈ വരച്ച വരയുടെ വിഡ്ത്താണ് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ആയിട്ട് കാണാൻ പറ്റുക. അപ്പോൾ വിഡ്ത്ത് 237 പിക്സൽസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് ആ ലൈൻ ചരിഞ്ഞ് നിൽക്കണതുകൊണ്ടാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് 0 ആയിരിക്കും. ഇത്രയും ദൂരത്തിന്റെ വ്യത്യാസമാണ് അവിടെ -36 പിക്സൽസ് കാണിച്ചത്. അങ്ങനെ നമുക്ക് അളവ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂളർ ടൂൾ ഉപയോഗിക്കും. നമ്മളിവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റിൽ വ്യത്യാസം ഇല്ല, അത് 0 ആണ് വന്നേക്കണത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ എന്തുണ്ടാവും, വിഡ്ത്തിൽ വ്യത്യാസമല്ലേ, ഹൈറ്റ് മാത്രമാണ് അവിടെ 310 പിക്സൽ വന്നേക്കണേ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം ഞാൻ അറിയാതെ ബാക്ക് അടിച്ചിട്ടാണ് നമ്മുടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ വീണ്ടും വന്നത്. ഇവിടെ ക്ലിയർ കൊടുക്കുകയാണ്. അതുപോലെ ഓരോ ഏരിയകളുടെ അളവുകൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് റൂളർ ടൂൾ ഉപയോഗിക്കാം. അടുത്തത് നോട്ട് ഉപയോഗിക്കാം. ഇതൊന്നും നമുക്ക് ഡിസൈനിൽ അത്ര ഇതായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാൽ തന്നെ അറിഞ്ഞിരിക്കാം, നമുക്ക് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെയൊക്കെ ഉപയോഗം വരും. അതുകൊണ്ട് ഫോട്ടോഷോപ്പിൽ ടൂൾസ് ആയതുകൊണ്ട് നമുക്കിതൊക്കെ നോക്കിയിരിക്കാം. നോട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പം ഈ കണ്ണ്, ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണം. പക്ഷെ അത് മുഴുവൻ ഇവിടെ എഴുതി വെച്ചാൽ എന്തുണ്ടാവും, നമ്മുടെ ഫോട്ടോയുടെ മുകളിൽ കുറേയധികം ടെക്സ്റ്റ് വരും, ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആവും, ഫോട്ടോയുടെ ഒരു ഭംഗി പോവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയുമുള്ളൊരു ഐക്കൺ കാണും. ഇത് ഞാനിവിടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടേണതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഈ നോട്ട് കുറേയും കൂടി ചെറുതായിട്ടാണ് കാണുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ മാത്രമാണ് കാണുക. നമുക്കിവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിലും വെറുതെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. വെറുതെ അല്ല, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ആ കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ ഡെമോ ആയിട്ട് കുറേ ടെക്സ്റ്റ് അടിക്കുന്നതാണ്. കുറേ ടെക്സ്റ്റുകൾ അവിടെ ഉണ്ട്. അടുത്തത് ഞാൻ ഇവിടെ ഒരെണ്ണം കൊടുത്തു, അതിലും കുറേ അധികം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടന്റ് മുഴുവൻ നമ്മൾ ഈ ഫോട്ടോഷോപ്പിന്റെ ഈ ഡോക്യുമെന്റിൽ JPG ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവണമെന്നില്ല. ഈ ഫോട്ടോഷോപ്പിന്റെ ഈ ഡോക്യുമെന്റിൽ ഈ ടെക്സ്റ്റ് മുഴുവൻ ഉണ്ട്. പക്ഷെ നമ്മളിത് ക്ലോസ് ചെയ്ത് ഇവിടെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 2 ഐക്കൺസ് ആണ് കാണുള്ളൂ. അല്ലാതെ ആ ടെക്സ്റ്റ് മുഴുവൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്തത് കാണേണ്ട ആള് ഇതിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് മുഴുവൻ ആൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഈ ടെക്സ്റ്റ് മുഴുവൻ ഇവിടെ നിരത്തി വെച്ച് ഈ ഫോട്ടോനെ കവർ ചെയ്യാതെ എന്നാലും ആ ടെക്സ്റ്റ് അവിടെ വരണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നോട്ടിൻ്റെ ടൂൾ. ഇതിലെപ്പോൾ ആര് ഡബിൾ ക്ലിക്ക് ചെയ്യണോ അപ്പോഴാണ്
അവർക്കിത് കാണാൻ പറ്റുള്ളൂ. ഇതിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടൈപ്പ് ചെയ്ത കാര്യങ്ങളും കാണാം. ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എല്ലാതും കൂടി കളയണമെന്ന് വെച്ചാൽ ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നോട്ടും കൂടി നമുക്ക് ഒരുമിച്ച് കളയാൻ പറ്റും. അതാണ് നോട്ടിൻ്റെ ഉപയോഗം വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നമ്പർ ഇടാനായിട്ട് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മളിവിടെ നമ്പറുകൾ ഇട്ട് വയ്ക്കണം. ഇവിടെ 1, 2, 3 നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണോടത്ത് ഓട്ടോമാറ്റിക്കലി നമ്പർ ഇതുപോലെ ആഡ് ആയി വരും. ഇവിടെ കളർ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇവിടെ സയാൻ കളർ ഇതിൽ കാണാനില്ല. നമുക്കിവിടെ വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം. ഓക്കെ, കുറച്ച് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഓരോ ക്ലിക്കിനും അതിനനുസരിച്ച് അടുത്തടുത്ത നമ്പറുകൾ ഇവിടെ വന്നുകൊണ്ട് വെക്കും. അതാണ് നമുക്കിവിടെ ഈ നമ്പറിങ്ങിൻ്റെ കൗണ്ട് ടൂൾ കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ കംപ്ലൈൻറ്റ് വന്ന ഫോട്ടോനെ, കേടായ ഫോട്ടോനെ, നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ നമ്മൾ കുത്തും തോന്നിയൊക്കെ വന്ന് എന്തെങ്കിലും നനവ് പറ്റി എന്തെങ്കിലും കുതിർന്ന് പൊടിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കേട് വന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ മുഖത്തുള്ള മുഖക്കുരുകൾ എങ്ങനെ കളയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഈ ഹീലിംഗ് ബ്രഷ് ടൂളുകൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്ലോസ് ചെയ്യാം.